ആയി മക്കളെ, +1 ആണെങ്കിലും +2 ആണെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ. കണക്ക് ചെയ്യണമെങ്കിൽ ഫിസിക്സിലാണെങ്കിലും മാത്സിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ. +2 2 പാഠങ്ങളായിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ +1 കുറേ സ്ഥലത്ത് ഈ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ മാറുവാണെങ്കിൽ അയാളുടെ വാല്യൂ ഒരു പ്രത്യേക സമയത്ത് കണ്ടുപിടിക്കാനാണ് ഡിഫറൻസിയേഷൻ നമ്മൾ +1 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബേസ് എന്ന് പറഞ്ഞ് +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഗ്രാഫ്. ബാക്കി രണ്ടും നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഡിഫറൻസിയേഷനെ പറ്റി കുറച്ച് നോക്കി നോക്കാം. ഓക്കെ, ഡിഫറൻസിയേഷൻ പറയുമ്പോൾ എപ്പോഴും എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുക d/dt. എങ്ങനെ വായിച്ചേ? d/dt ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ഓഫ് ടൈം ആയിരിക്കും മിക്കവാറും. അല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇതെങ്ങനെ വായിക്കുവാൻ ചോദിച്ചാൽ d/dt ഓഫ് എക്സ്. ഇനി എക്സിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പം v ആണെങ്കിൽ എങ്ങനെ വായിക്കാം? d/dt ഓഫ് v എന്ന് വായിക്കാം. കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയാ, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ്. സമയത്തിനനുസരിച്ച് എക്സ് എങ്ങനെയാണ് മാറുന്നത് അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലോ ഇങ്ങനെ പറയാം, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ബ്രാക്കറ്റിൽ എഴുതിയ ആള് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് ഏത് ഉപയോഗിക്കുക? ഡിഫറൻസിയേഷൻ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ഉണ്ട്, പഠിച്ചു വെക്കണേ. നമ്മൾ പണ്ട് a+b² ഒക്കെ പഠിച്ചില്ലേ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതിൽ ആദ്യം പഠിച്ചു വെക്കേണ്ടതാണ് d/dx ഓഫ് x⁴n. നിങ്ങളെ മനസ്സിൽ വേണം, ഡിഫറൻസിയേഷൻ അല്ലേ. സോ അതിൻ്റെ ആ പവറിലെ ഒരു ഡിഫറൻസ് വരും. എത്രയാണ് ഡിഫറൻസ് വരിക? ഒരു 1 ആണ് വരിക. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇതെങ്ങനെ വായിച്ചേ? d/dx ഓഫ് x⁴n. അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ പവർ എടുത്ത് തൊട്ടു മുമ്പിൽ എഴുതുക, ഉള്ള പവർ എന്ത് ചെയ്യുക? ഒന്ന് മൈനസ് ചെയ്യുക. അപ്പൊ എന്താണ്? nx⁻n−1. നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ തലയിൽ എത്രയാണോ കാണുന്നത്, ഇപ്പൊ ഒരു സാധനമൊക്കെ വെക്കാൻ പോവുകയാണെങ്കിൽ അല്ലെ, നമ്മൾ ആ തലയിലുള്ള മൊത്തം സാധനം എടുത്ത് താഴെ വെക്കുവാണ്. ഒന്നും കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ എത്രയുണ്ടാവൂ? ഒന്ന് കുറവല്ലേ ഉണ്ടാവൂ? അതേപോലെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡിഫറൻസ് ആണ് വരിക. അപ്പൊ x⁻n ആണെങ്കിൽ എന്താ വരിക? nx⁻n−1. സെറ്റ് അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, d/dt ഓഫ് t⁻n. നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഈ d/dt ആണെങ്കിൽ ഇവിടെ t പവർ ഉണ്ടോന്നൊന്ന് എപ്പോഴും നോക്കണേ. നേരത്തെ എഴുതിയ പോലെ തന്നെ എന്താ ചെയ്തേ? പവർ തൊട്ട് മുമ്പിൽ എഴുതി, ഉള്ള പവർ എന്ത് ചെയ്തു? ഒന്ന് കുറച്ച് എഴുതി. അപ്പൊ എന്താ വന്നേ? t⁻n−1. സിമ്പിൾ അല്ലേ? കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ? എന്താ ചെയ്യുന്നത്? എത്രയാണോ പവർ ഉള്ളത് ആ പവർ എടുത്ത് t⁻x മുമ്പിൽ എഴുതുക. ഉള്ള പവർ എന്ത് ചെയ്യുക? ഒന്ന് കുറക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ വേഗം തിരികെ. ഓക്കെ, മനസ്സിലാവും. d/dt ഓഫ് t⁵5. ആൻസർ മനസ്സിൽ വന്നോ? നമ്മൾ എന്താ ചെയ്തേ? 5 എന്ന് പറയുന്ന പവർ എടുത്ത് തൊട്ട് മുമ്പിൽ എഴുതുന്നു. ഓക്കെ ആണോ? t അതേപോലെ ഇവിടെ വയ്ക്കുക, ടീന്റെ പവർ ഒന്ന് കുറക്കുക. അപ്പൊ എത്ര വരുക? 5t⁴. ഓക്കെ ആണല്ലോ? അങ്ങനെ d/dt ഓഫ് t² ആണെങ്കിലോ? സമയത്തിനനുസരിച്ച് മാറുന്നതാണേ. അപ്പൊ നമ്മൾ എന്ത് എടുത്തു? പവർ എടുത്ത് തൊട്ട് മുമ്പിൽ എഴുതുവാണ് 2t അല്ലെ. പവർ എത്ര മക്കളെ? 1 ആണ്. 1 എന്ന് പറയുന്ന പവർ നമ്മൾ എഴുതാറുണ്ടോ? ഇല്ല. സാധാരണ എല്ലാ നമ്പറിന്റെ പവർ എത്രയാ? 1 ആണ്. സോ സിമ്പിൾ ആയിട്ട് 2t⁻1 എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേണമെന്നില്ല, 2t മതി. റെഡിയാണോ? ഒരു മൈനസ് നമ്പർ ഇട്ടോക്കട്ടെ. റെഡിയാണോ? അല്ലേ? പോട്ടെ, നമ്മൾ ഈ പ്ലസ് തന്നെ 1 2 കൂടി നോക്കാം. ഓക്കെ, d/dt ഓഫ് t³ ആണെങ്കിൽ ഓക്കെ, മനസ്സിൽ വന്ന പോലെ തന്നെ അല്ലേ, 3t². ഓക്കെ അല്ലേ? റെഡിയാണേ. ഒരു d/dt ഓഫ് t കാണുന്നുണ്ടോ? ഉണ്ട്. ഇത് പഠിച്ചു വെക്കണേ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ഇതിനാ dt/dt എന്ന് ആലോചിക്കുക.
അല്ലേ? എന്ന് വരയ്ക്കുക ഡി ടി ബൈ ഡി ടി. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ടി റേസ് ടു 1 എന്ന് ആലോചിച്ചോ. 1 ആവുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും മക്കളെ? 1 ഒരു പവർ കുറച്ച് എഴുതണം. അപ്പോൾ ടി റേസ് ടു 0 അല്ലെ? എനിത്തിങ് റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. സോ 1 ഇൻറ്റു അല്ലെ 1 അടിയാണോ? ആൻസർ എത്രയാണ്? 1 ആണ്. ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെച്ചോ നമ്മള് അല്ലെ? എന്താ വരുക? ഡി ബൈ ഡി ടി ഓഫ് ടി ആണെങ്കിൽ ഓക്കെ പഠിച്ചു വെക്കുക. എത്രയാണ്? 1. ഒരുമിച്ച് അങ്ങ് ആലോചിച്ചാൽ മതിയോടോ. ഡി ടി ബൈ ഡി ടി. സോ ഉത്തരം എത്രയാണ്? 1. സെറ്റ് ആണ്. ഇനി മൈനസ് വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ. നമ്മൾ നേരത്തെ പോലെ തന്നെ പവർ എടുത്ത് തൊട്ട് മുമ്പിൽ എഴുതും. പക്ഷെ ഉള്ള പവർ കുറയില്ല, പകരം എന്താ ചെയ്യാ? കൂടും. മൈനസ് അല്ലേ അല്ലെ? അപ്പൊ മൈനസ് ആകുന്ന സമയത്ത് ആ മൈനസ് നമ്പറിനോട് വേറൊരു മൈനസ് നമ്പർ കൂട്ടുമല്ലേ? പവർ എന്തായി പോവും? ഒന്ന് കൂടും. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ പവർ എടുത്ത് തൊട്ട് മുമ്പിൽ എഴുതി. ഉള്ള പവർ എന്താ സംഭവിച്ചേ? ടി -3 -1 ആണ്. അടിയല്ലേ? -3 -1 ആണ്. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ച മക്കളെ? -3 ടി റേസ് ടു -3 -1 എന്താവോ? -4 ആണ്. തെറ്റിക്കരുതേ. പ്ലസ് ആണെങ്കിൽ പവർ ഒന്ന് കുറയും, മൈനസ് ആണെങ്കിൽ പവർ എന്താ ചെയ്യാ? കൂടുക. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഒന്ന് തരട്ടെ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ തന്നെ ആൻസർ വന്നോ? മനസ്സിൽ വന്നോ? -4 ടി റേസ് ടു 3 ആണ്. ഓക്കെ, ടി റേസ് ടു -3 അല്ലേ? -5 ആണ്. ഐഡിയല്ലേ? സിമ്പിൾ പരിപാടിയാണ്. എന്താണോ പുള്ളിക്കാരന്റെ പവർ ആയിട്ടുള്ളത് അത് തൊട്ടു മുമ്പിൽ എഴുതുക, ടി എഴുതുക, അതിനുശേഷം ഒന്ന് പവർ കുറച്ച് എഴുതുക. ഓക്കെ, എന്നാൽ കുറച്ചുകൂടി നോക്കി നോക്കാം. പഠിച്ചു നോക്കേണ്ട വേറൊരാളാണ് ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് സമയത്തിനനുസരിച്ച് മാറുമോ? ഇല്ല. സോ അതിന്റെ ഉത്തരം എന്താണ്? 0. ഡി ബൈ ഡി ടി ഓഫ് 5 സമയമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, 0. ഡി ബൈ ഡി ടി ഓഫ് സെഡ് ആണെങ്കിൽ സമയത്തിനനുസരിച്ച് ബന്ധമുണ്ടോ എന്നറിയില്ല. ഇപ്പൊ നിലവിലെ കോൺസ്റ്റന്റ് ആണ്. ബന്ധമില്ല, ബന്ധമുണ്ടെന്ന് പറയുന്നവരെ ഇതിന്റെ വാല്യൂ എത്രയാ? 0. റെഡിയാണോ? ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നുണ്ടേ, ശ്രദ്ധിക്കണേ. ഡി ബൈ ഡി ടി ഓഫ് ഇതോടെ പഠിച്ചാൽ തീർന്ന ഏകദേശം കോൺസ്റ്റന്റ് ഇൻറ്റു ടി റേസ് ടു n. ഇതിന് ഉത്തരം 0 ആണോ? അല്ലേ? ഒരു കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ നിങ്ങൾ ആ കോൺസ്റ്റന്റ് എവിടെ അനക്കാതെ വെക്കുക. ആരെ മാത്രം ചെയ്യാം? ആ ടി പവർ മാത്രം ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു n ചെയ്യും. വലിയ കാര്യമാണ്, ഒന്നുമില്ലടോ, സിമ്പിൾ ആണ്. നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് 5t³. 5 നമ്മൾ അനക്കാതെ വെച്ചു. ആരെ ചെയ്യാണ്? ഡി ബൈ ഡി ടി ഓഫ് t³. t³ ചെയ്യാൻ അറിയില്ലേ? പഠിച്ചില്ലേ? എന്താണ്? 5 ഇൻറ്റു 3t². നമ്മൾ ആദ്യത്തെ 2 നമ്പർ എന്ത് ചെയ്യാ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 15t² എന്ന് വരും. ഒരു സിമ്പിൾ ബുദ്ധി ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളൊന്നും ചെയ്യണ്ട. ഈ 5 എന്ന് പറയുന്ന നമ്പറിനാ 3 എന്ന നമ്പർ കൊണ്ട് ഗുണിക്കും. എന്നിട്ട് എന്ത് ചെയ്യാ? അതിന്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യാ. അതിന്റെ പവർ എന്ത് ചെയ്യാ? വീണ്ടും ഒന്ന് റെഡ്യൂസ് ചെയ്യാം. 5 ഇൻറ്റു 3 എത്രയാ? 15. t³ പവർ റെഡ്യൂസ് ചെയ്താ t² വരും. സെറ്റ് അല്ലേ? ഓക്കെ, 2-3 എക്സാമ്പിൾ നോക്കും, വേഗം മനസ്സിലാവുകയെ. ഡി ബൈ ഡി ടി ഓഫ് 2t³ 2t റേസ് ടു 5 എത്രയാണ്? 2 ഇൻറ്റു 5 എത്രയാ? 10. ടീന്റെ പവർ റെഡ്യൂസ് ചെയ്യണ്ടേ? ടി റേസ് ടു 4. സെറ്റ് ആണോ? അടുത്തെന്ന് പറയും മക്കളെ. 5 ഇൻറ്റു 2 എത്രയാണ്? 10. ടീന്റെ പവർ ഒന്ന് റെഡ്യൂസ് ചെയ്താ ടി റേസ് ടു 1. സോ ടി. ഇനി അടുത്ത 4t³ ആണെങ്കിൽ 4 ഇൻറ്റു 3 12 എത്രയാണ്? t². എടാ ഭയങ്കര സിമ്പിൾ ആടാ, ഒന്നുമില്ല. ഇതൊന്ന് പഠിച്ചേക്കണേ മക്കളെ. ഡി ബൈ ഡി ടി ഓഫ് 10t ആണെങ്കിൽ 10t ആണെങ്കിൽ അല്ലെ എന്ത് വരാ? 10 പുറത്തെടുക്കുക. ഡി ബൈ ഡി ടി ഓഫ് ടി 1 ആണ്. സോ ഇതിന്റെ ഉത്തരം 10 ആണ്. പഠിച്ചു വെക്കണം. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് 10t 10, ഡി ബൈ ഡി ടി ഓഫ് 5t 5, ഡി ബൈ ഡി ടി ഓഫ് 4t 4, ഡി ബൈ ഡി ടി ഓഫ് 60 ആണെങ്കിലോ ഇതിന്റെ ഉത്തരമായിട്ട് പറയാ 6. എത്രയും സെറ്റ് അല്ലേ? സിമ്പിൾ പരിപാടിയല്ലേ? എന്തേ ചെയ്യണ്ടു? പവർ തൊട്ടു മുമ്പിലായിട്ട് എഴുതുക. ഉള്ള പവർ എന്ത് ചെയ്യുക? ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ.
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് 3 സെക്കൻഡ്. നിങ്ങൾ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുമ്പോൾ പഠിച്ചാണല്ലേ വി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. വിന്റെ ഇക്വേഷൻ എന്താണ്? ഡി എസ് ബൈ ഡി ടി അല്ലെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചോളൂ. എടി ഇനി ഇവിടെ എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? എസിന്റെ വാല്യൂ എത്ര മക്കളെ? ടി ക്യൂബ്. ഇനി നമ്മൾ പഴയ മെത്തേഡായി. സോ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ ഒന്ന് സെറ്റ് ചെയ്യുക അല്ലെ. ടി ക്യൂബ് ആണ് എന്താ പറയാ? 3 ടി സ്ക്വയർ. ഇതാണ് ഏത് സമയത്തും വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇതിനെ ശരിക്കും വിളിക്കുക ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നാണ്. നമ്മൾ ചോദിച്ച സമയം നോക്കിയിട്ട് എത്രയാ? 3 സെക്കൻഡ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ ടി എന്ന് പറയുന്ന സ്ഥാനത്ത് 3 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ടിന്റെ സ്ഥാനത്ത് 3 കൊടുത്തു. 3 × 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണപ്പോ? 3 × 9 ആണ്. സോ ആൻസർ എത്രയാണ്? 27. യൂണിറ്റ് അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡ്. എന്ത് സിമ്പിൾ പരിപാടിയല്ലേ? അത്രയെല്ലാം ബുദ്ധിമുട്ടുണ്ടാ? റെഡി, ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കി നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. ഫൈൻഡ് ദ ആക്സലറേഷൻ അറ്റ് 2 സെക്കൻഡ്. അതാ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് പഠിക്കണേ, വേറെ വഴിയില്ല. ആക്സലറേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പാഠത്ത് പഠിക്കേണ്ടതാണ്, സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കേണ്ടതാണ്. ഡി ബൈ ഡി ടി ഓഫ് വി ആണ്. സോ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എടി വിന്റെ വാല്യൂ ഒന്ന് കൊടുക്കട്ടെ മക്കളെ? t⁴. എന്താണ് ഇത് കൊടുക്കാൻ? എന്താ ഇക്വേഷൻ പറഞ്ഞോ? എന്താ? 4t⁻3. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഏത് സമയത്തും ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? സമയത്തിന്റെ സ്ഥാനത്ത് 2 സെക്കൻഡ് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യരുതേ. ഉള്ള 4 അങ്ങനെ തന്നെ എഴുതി. ടീന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു. സോ 2⁻3. 2⁻3 എന്ന് വെച്ചാൽ എന്താണ്? 2നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 2 × 2 × 2 8 അല്ലേ? 4 × 8 അല്ലെ. ആൻസർ എത്രയാണ്? 32 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരൂ. ഓക്കെ അല്ലേ? റെഡിയാണോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരട്ടെ. മൊമെന്റം ഈക്വൽ ടു പി ഈക്വൽ ടു 2t ക്യൂബ്. ഫൈൻഡ് ദ ഫോഴ്സ് അറ്റ് 2 സെക്കൻഡ്. ഇക്വേഷൻ അറിയാവുക. ലോസ് ഓഫ് മോഷൻ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഏതാ പാടോ? ലോസ് ഓഫ് മോഷൻ. അവിടെ നമ്മൾ പറയും F ഈക്വൽ ടു എന്താണ്? dp ബൈ dt എന്നാണ്. പിന്നെ വാല്യൂ കൊടുക്കുക അല്ല. അപ്പൊ d ബൈ dt ഓഫ് ചെയ്യണോ? ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ല. 2t ക്യൂബ്. ഒന്നൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ നോക്കണേ. ആൻസർ ശരിയാണോ നോക്കണം നമുക്ക് അല്ല. F ഈക്വൽ ടു നമ്മൾ സെയിം മെത്തേഡ് ആണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്താ വരുക? 2 × 3 അല്ലെ. 2 × 3 ഓക്കെ അല്ലേ? റെഡി. അപ്പൊ 2 × 3 ഇൻറ്റു ചെയ്യാം അല്ലെ. അപ്പൊ 2 × 3 എത്ര വരുക? 6. ടീന്റെ പവർ എന്ന് കുറക്കുക. t². ഇതാണ് ഏത് സമയത്തും ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. സമയത്തിന്റെ വാല്യൂ ഒന്ന് കൊടുക്കട്ടെ അല്ലെ. അപ്പൊ എത്ര വരുക? 6 × സമയത്തിന്റെ സ്ഥാനത്ത് 5 കൊടുത്തു. 5 സ്ക്വയർ. അപ്പൊ എത്ര വരുക? 6 × 5 സ്ക്വയർ ആണെങ്കിൽ 5ന്റെ സ്ക്വയർ എന്ന് പറയുന്ന അറിയാം. എത്രയപ്പ? 25. 25 × 6 എത്രയാണ്? 25 × 6 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയായി. 120 30 അല്ലെ. 150. ആക്സലറേഷന്റെയും അല്ല യൂണിറ്റ് പറഞ്ഞ പോലെ ഫോഴ്സിന്റെ യൂണിറ്റ് അറിയാം. ന്യൂട്ടൺ ആണ്. ഇതുവരെ ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഇനി ഒരു 2 ടേം ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. 2 ടേം ആണെങ്കിൽ ആ 2 ടേമിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെയ്യാം. വേറെ ഒന്നുമില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് തന്നു, വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ വീണ്ടും ഇക്വേഷൻ ഇതാണ്. ഡി ബൈ ഡി ടി ഓഫ് ആരാണപ്പ? എസ്. റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഡി ബൈ ഡി ടി ഓഫ് എസിന് പകരം 2 ടേം ഉണ്ട് അല്ലെ. ആദ്യത്തെ ടേം ആരാ? ടി ക്യൂബ്. സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത്. സോ അതിനെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. പ്ലസ് ഇട്ടാ വേറെ തന്നെ ടേം എന്നാണ് അർത്ഥം. അടുത്ത ഡി ബൈ ഡി ടി ഓഫ് ആരാണ്? t². 2 ടേം തമ്മിൽ ബന്ധമില്ലേ? രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടിയ ഒരേപോലെയായി ആഡ് ചെയ്യാം. അപ്പൊ ടി ക്യൂബ് ആണെന്ന് പറ. എത്രയാണ്? ടി ക്യൂബ് ആണെങ്കിൽ 3t² അല്ലെ. പ്ലസ് t² ആണ് നമുക്ക് കൊടുക്കുക. എത്രയാ? 2t. ഇതാണ് വെലോസിറ്റി ഏത് സമയത്തും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാം?
സമയത്തിന്റെ വാല്യൂ ആയ 2 സെക്കൻഡ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എന്ന് വരുക v ഈക്വൽ ടു അത് ടേമിൽ 3 ഇൻറ്റു ഓക്കെ സമയത്തിന്റെ സ്ഥാനത്ത് കൊടുക്കുക 2 സ്ക്വയർ അടി പ്ലസ് അടുത്ത ടേമത്തിന് മക്കളെ 2 ഇൻറ്റു 2 അടിയാണോ 3 ഇൻറ്റു 2 സ്ക്വയർ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 4 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 4. 3 ഇൻറ്റു 4 12 ആണ്. 12 പ്ലസ് 4 എത്ര വരൂ 16 മീറ്റർ പെർ സെക്കൻഡ്. അടിയല്ലേ സിമ്പിൾ പരിപാടിയല്ലേ ഉണ്ടോ? ഒരു ടേം ആണെങ്കിൽ കുഴപ്പമില്ല, 2 ടേം ആണെങ്കിൽ കുഴപ്പമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. വെലോസിറ്റി അറിയാം അല്ലെ. ഫൈൻഡ് ദ ആക്സിലറേഷൻ അറ്റ് 2 സെക്കൻഡ് ആണ് ചോദിച്ചത്. റെഡിയാണോ? ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? വേയും പറയണേ d/dt ഓഫ് ആരാണ് v എന്ന് പറയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്താലേ ഓരോ ടേംസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടേ. നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുത്താണേ. സോ നമ്മൾ ഡയറക്റ്റ് ഉത്തരം എഴുതാൻ പോക്കാണേ. ഓക്കെ ആദ്യത്തെ ടേം ആരാ മക്കളെ? ടി സ്ക്വയർ. ഓരോ ടേം എഴുതി കൂട്ടുക അത്രയേ ഉള്ളൂ അല്ലെ. വിയിലെ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. ടി സ്ക്വയർ ആരാ മക്കളെ? 2t. എടാ ഇത് ഇത്രയും സിമ്പിളേനോ. 5t ആരേനോ? 5. 6 ആരേനോ? കോൺസ്റ്റന്റ് ചെയ്യണം. 6 ചെയ്ത ഉത്തരം എന്ന് പറഞ്ഞാൽ 0 ആണ്. വേണ്ടിക്ക് +0 എഴുതാം. എടി ദാ 2 സ്റ്റെപ്പിൽ ഉത്തരം എഴുതാൻ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്താ വരുക? 2 ഇൻറ്റു 2 പ്ലസ് 5 എടിയാണോ? ആൻസറിൽ വരുക 4 + 5 ആണ്. സോ 9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ കണക്ക് ചെയ്യുന്നതോറും ഇത് സിമ്പിൾ ആയിട്ട് വരുവേ അല്ലെ. ഇപ്പൊ എന്താ പഠിച്ചത്? ഒരു സ്റ്റെപ്പിൽ എഴുതാൻ പഠിച്ചില്ലേ അല്ലെ. ഓക്കെ ആണോ? അടി അടുത്ത് നോക്കിയാലോ. s ഈക്വൽ ടു 8t² + 4t. റെഡിയാ? ഒന്ന് ചെയ്ത് നോക്കൂ. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള വഴിയുണ്ടോ അല്ലെ? നമ്മള് വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താ വരുക എന്നുള്ള. v ഈക്വൽ ടു v കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്തായിരുന്നു മക്കളെ? നമ്മൾ ചെയ്തുകൊടുക്കലാണ് d/dt ഓഫ് s ആണ്. എസിലെ ഓരോ ടേമും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാ, കൂട്ടി എഴുതുക. ടേം എത്രയാ? 8 ഇൻറ്റു 2 അല്ലെ. എത്രയാണ്? 16t എന്ത് അല്ലെ. പ്ലസ് 40 ആണെങ്കിൽ 4. എന്ത് സിമ്പിൾ അല്ലേ. റെഡി? അപ്പൊ വെലോസിറ്റി കിട്ടി. വെലോസിറ്റിന്റെ ഇക്വേഷൻ അറിയാം. ഇതാണ് വെലോസിറ്റിന്റെ സമയത്തിലുള്ള ഇക്വേഷൻ. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കണ്ടെങ്കിൽ വെലോസിറ്റിന്റെ സമയത്തിലുള്ള ഇക്വേഷൻ വേണം. സോ d/dt ഓഫ് v ആണ്. റെഡി അല്ലേ? അപ്പോ സമയത്തിലുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെ പോയിട്ട് ചെയ്യരുതേ. റെഡി? അപ്പൊ നമ്മൾ നോക്കിയാട്ടെ എത്ര പറയാ? ഈ ടേമിന്റെ ഉത്തരം എത്രയാ? 0. അപ്പൊ ഈ ടേം മാത്രമല്ലേ ചെയ്യണ്ടോ? അപ്പൊ 16t ആണെങ്കിൽ എന്താ വരുക? 16 അല്ലെ. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ടേം 0 ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലേ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണേ. ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ ഒരു ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ടും പറയേ s ഈക്വൽ ടു നമ്മളെ ut പ്ലസ് ആദ്യത്തെ പാട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാവേ. അടി അതായത് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന പാഠം ½ at². ഒന്ന് കമ്പയർ ചെയ്ത് പറയാ. യുവിന്റെ വാല്യൂ എത്രയാ? 4. ആദ്യമുള്ള വെലോസിറ്റി എത്രയാ? 4. അടുത്ത ½ a ഒന്നുകൂടെ t² മാച്ച്. ½ a ആരാ? 8. അപ്പൊ ½ a ഈക്വൽ ടു എത്രയാ? 8. a എത്രയാണ്? 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലേ എല്ലാം കിട്ടിയേ അല്ലെ. ½ a എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണ് a എത്രയാണ്? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ a ഈക്വൽ ടു എത്രയാ? 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് കുറച്ച് ബുദ്ധിയുണ്ട് അങ്ങനെയെല്ലാം ചെയ്യേ. a കണ്ടുപിടിക്കാൻ ചോദിച്ചാല് അത്ര വലിയ പണിയൊന്നുമില്ലേ. ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട് ഡിഫറൻസിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും കുറെ സ്ഥലത്ത് വരും. ആരൊക്കെ വരും ചോദിച്ചാലേ ഇതാ ഇങ്ങനത്തെ ആൾക്കാർ. നിങ്ങൾ അങ്ങോട്ട് ലാസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനത്തുമ്പോ ഇവരൊക്കെ വരുവേ. ഇത്ര നേരം പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 13-12 പാഠം വരെ ഏകദേശം പോവാം. ഏറ്റവും അവസാനത്തെ ഓസിലേഷൻ വേവ്സ് ഒക്കെ വരുമ്പോൾ +2 പിന്നെ കുറെ സ്ഥലത്തുണ്ടേ, അന്നേരമാണ് ഇത് വരുക അല്ലെ. എന്നാലും പഠിച്ചാളിയാ. d/dx ഓഫ് sin x ആരാ? ഒന്ന് ബൈ ഹാർട്ട് ചെയ്തേക്ക് cos x. സൈന് കോസ് ആവും, കോസ് മൈനസ് ആണേ. മറന്നുപോലെ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ കോസ്, കോട്ട്, കൊസീക്ക് 3 പേരുടെ ഉത്തരം എത്രയാ? മൈനസ് ആണ്. കോസ്,
കോട്ട് കൊസീക്ക്. എന്തായാലും മാറ്റം ഉണ്ടാവും. സൈൻ ആരാവും? കോസ്. കോസ് ആരാവും? മൈനസ് സൈൻ ആണേ, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് മാച്ച് ആണ് എക്സും എക്സും. സൈൻ എക്സ് ആരാ? കോസ് എക്സ്. കോസ് എക്സ് ആരാ മക്കളെ? മൈനസ് സൈൻ എക്സ്. സെറ്റ് ആണേ. ഒന്നും കൂടി ഡി ബൈ ഡി എക്സ് ഓഫ് ഇറേസ് ടു എക്സ്. പ്ലസ് വൺ ഇത് ഇപ്പം വണ്ടിക്ക് പഠിച്ചാൽ മതിയേ. ഇറേസ് ടു എക്സ് ആരാ? ഇറേസ് ടു എക്സ്. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് ഇറേസ് ടു മൈനസ് എക്സ് ആരാ? മൈനസ് ഇറേസ് ടു മൈനസ് എക്സ്. എടി അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആണെങ്കിൽ പറ്റുമെങ്കിൽ പഠിച്ചു വെച്ചോ 1/x. റെഡി? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യാണ്. ഫൈൻഡ് ദ ഡിഫറൻസിയേഷൻ ഓഫ് സൈൻ 5x ആൻഡ് കോസ് 5x. ഈ 2-3 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞേ. ഓക്കെ, അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഓക്കെ ആരാ ചെയ്യാൻ പോകുന്നത്? ഇവിടെ എക്സ് ആണെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ടൈം വെച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഡി ബൈ ഡി ടി വെച്ച് ചെയ്യില്ല. ഓക്കെ, സൈൻ 5x ചെയ്തോട്ടെ. സൈൻ എക്സ് അറിയുന്നു? സൈൻ ആണെങ്കിൽ കോസ്. എടി അപ്പൊ സൈൻ 5x ആരെന്ന് ചോദിച്ചാൽ കോസ് 5x. നമ്മൾ ഇങ്ങനത്തെ ശ്രദ്ധിക്കണേ. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതാൻ പഠിച്ചേ. 5x ആണെങ്കിൽ ആ 5 ബോണസ് ആയിട്ട് നമ്മൾ ഒന്നും കൂടി ചെയ്യണം. അതായത് 5x-നെ ഒന്നുകൂടി ചെയ്യാം. അപ്പൊ ഡി ബൈ ഡി എക്സോ 5x ചെയ്യണം. അതിന്റെ ഉത്തരം എത്രയാ? 5 ആണ്. ചെയ്യുന്ന സമയത്ത് എന്താ ആലോചിക്കുക? ഈ സൈനിന്റെ കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന് കൂടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഇപ്പൊ ഒരു സൈന് ഒരു ഒമേഗ എക്സ് ആണെങ്കിൽ നമ്മൾ ഇന്ന് ഉത്തരം എഴുതുക കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ. റെഡിയല്ലേ? ഒരു കെ എക്സ് ആണെങ്കിൽ കോസ് കെ എക്സ് ഇൻറ്റു കെ. സെറ്റ് ആണല്ലോ. അതേപോലെ എന്താ വേഗം ഒന്ന് പറഞ്ഞിട്ടെ, ഡി ബൈ ഡി എക്സോ കോസ് 5x. സെറ്റാന്ന് വിചാരിക്കുന്നേ. കോസ് 5x എന്താ പോരുക? കോ മൈനസ് അല്ലെ. അപ്പൊ മൈനസ് സൈൻ 5x അല്ല. ഒരു ബോണസ് ആയിട്ട് ആര് വരും? ഇത് ആദ്യമാണ് എഴുതണ്ടേ. റെഡി? ബോണസ് ആയിട്ട് ആര് വരും? ഒരു 5. നമ്മൾ സാധാരണയായിട്ട് ഇതിന്റെ മുമ്പിൽ എഴുതാറില്ലേ? എടോ എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ, അതെ എന്തെങ്കിലും ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പിൽ എഴുതല്ലേ. അതുപോലെ ഈ പവർ പോലെ വിചാരിച്ചിട്ട് ഇതിന് തൊട്ട് മുമ്പിൽ വരുന്ന ആലോചിക്കണേ. അപ്പൊ സൈൻ മൈനസ് സൈൻ 5x ഇൻറ്റു 5 ആണ്. സോ അത് തൊട്ട് മുമ്പിൽ എഴുതാൻ ആലോചിക്കുക. 5 സൈൻ 5x. ഈ ടൈപ്പാണ് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള ഓസിലേഷൻ വേവ്സ് ഒക്കെ പഠിക്കുമ്പോൾ. അവിടെ കോസ് ഒമേഗ ടി ഒക്കെയാണ് വരിക. അപ്പൊ ഒമേഗ തൊട്ട് മുമ്പിലായിട്ട് എഴുതാൻ വേണ്ടി ആലോചിക്കണം. സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ മൈനസ് സൈൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടേ. നിങ്ങളിതൊന്ന് കമന്റിലായിട്ട് ഇതിന്റെ ഉത്തരം ഒന്ന് എഴുതി വെക്കണേ. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിലായിട്ട് എഴുതുക. സിമ്പിൾ ആണ്. വി തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ വാല്യൂ 2 സെക്കൻഡിൽ എത്രയാണ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എഴുതണ്ട, നമ്പർ ആയിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ ക്ലാസ് വേണമെങ്കിലും ഇതിൻ്റെ ഒന്ന് കമന്റിലായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.